ഇതാരുടെ കാറാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ബേസിക്കലി ഇതൊരു 24 hours നോൺ സ്റ്റോപ്പ് എൻഡ്യൂറൻസ് റേസിംഗ് ആണ് കേട്ടോ. 24 hours റേസ് എന്ന് പറഞ്ഞാൽ ഒരു ടീം വർക്ക് ആവണം കേട്ടോ. കാരണം ഒരൊറ്റ ഡ്രൈവർ അല്ല ഓടിക്കുന്നത്, 3 to 5 ഡ്രൈവർമാരായിരിക്കും ഡിപ്പെൻഡിങ് ഓൺ ദ ടീം. ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും ഡ്രൈവർ ചേഞ്ച് നടക്കണം. ആ ഡ്രൈവർ ചേഞ്ച് നടക്കുമ്പോൾ ആ പിറ്റ് സ്റ്റോപ്പിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്താലേ ക്വിക്കസ്റ്റ് ടൈം പോസിബിൾ കിട്ടുള്ളൂ. അതുമാത്രമല്ല, മെക്കാനിക് ടീം ആയിക്കോട്ടെ, ടയർ ചേഞ്ച് ചെയ്യുന്ന ടീം ആയിക്കോട്ടെ, എല്ലാവരും ഈ 5 ഡ്രൈവേഴ്സും സിങ്ക്രണൈസ്ഡ് ആയിട്ട് ഒരു ടീം വർക്ക് പോലെ സംഭവിച്ചാൽ മാത്രമേ ഒരു വിന്നിങ് നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ് വലിയൊരു കാര്യം. സോ ഇതൊരു പ്രോപ്പർ ടീം വർക്കാണ്, അല്ലാതെ ഒരു സിംഗിൾ ഡ്രൈവറുടെ ഒരു എഫേർട്ട് കൊണ്ട് മാത്രം ഒരിക്കലും റേസ് ജയിക്കില്ല. ഒരു ഡ്രൈവർ ഓടിച്ച് ക്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് ആ കാറ് റിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഹി ക്യാൻ ഗോ ബാക്ക് ടു റേസിംഗ്. വലിയ ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ റേസിംഗിലോട്ട് തിരിച്ച് പോകാൻ പറ്റില്ല. ഒരു ഡ്രൈവർ എപ്പോഴും റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഒരു ഡ്രൈവർ ബാക്കപ്പിലും ഒരു ഡ്രൈവർ ഇതിലും. അങ്ങനെയാണ് 3 ഡ്രൈവർ ടീം വർക്ക് ചെയ്യുക. ഇൻ കേസ് ഇപ്പോൾ അത് 5 മെമ്പർ ടീം ആണെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജി മാറും. സോ ഒരു 2 hours ആയിരിക്കും ഒരാൾ മാക്സിമം വണ്ടി ഓടിക്കുക, ഡിപ്പെൻഡിങ് ഓൺ ദ ടയർ കണ്ടീഷൻ, ഡിപ്പെൻഡിങ് ഓൺ ദ കാറിൻ്റെ കണ്ടീഷൻ. അങ്ങനെ കുറേ ഫാക്ടേഴ്സും സ്ട്രാറ്റജിയും ഒക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ വെറുതെ കാർ എടുത്ത് ഓടിക്കുന്നതല്ല, ഇതൊരു ഒന്നൊന്നര ടീം വർക്കാണ് കേട്ടോ. അതിൻ്റെ പ്രോപ്പർ മെയിൻ്റനൻസും കാര്യങ്ങളും ടയർ സപ്ലൈ ഒക്കെയാണ് ഈ ഭാഗത്ത് നടക്കുന്നത്. മെക്കാനിക്സിൻ്റെ ഒരു ലോകമാണിത്. പക്ഷേ ഇവിടെ തന്നെ സ്പെഷ്യലായിട്ടുള്ള സംഭവം വാഷിംഗ് മെഷീൻസ് അടക്കം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം 24 hour കണ്ടിന്യൂസ് റേസ് ആണ്.